തുടങ്ങാം. യെസ്. ശ്രീ ലളിതാംബികായൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം വിഷംഗവധതോഷിത മന്ത്രിണ്യംബ വിരചിത വിഷംഗവധതോഷിത എന്നുള്ള മന്ത്രം നമ്മൾ കണ്ടിരുന്നു. മന്ത്രിണി എന്ന അമ്മയാൽ വിരചിതമായിട്ടുള്ള വിഷംഗൻ എന്ന അസുരന്റെ വധത്തിൽ സന്തോഷിച്ചവൾ. അവിടെ ഒരു വിരചിത എന്നൊരു വാക്കുണ്ട്, അത് വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. വിശേഷേണ രചിക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ ഒരു രചനയാണ്. ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മളായിട്ട് മനസ്സ സങ്കല്പിച്ച് അതിൻ്റെ പ്രകടീകൃത ഭാവം കൊണ്ട് പല 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 കർമ്മബന്ധങ്ങളിലും പെട്ട് നമ്മൾ തന്നെയാണ് രചിക്കുന്നത്. ഈ പ്രപഞ്ച രചന എന്ന് തന്നെയാ പറയാം. പ്രപഞ്ച സൃഷ്ടി എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറയാം, പ്രപഞ്ചത്തെ രചിച്ചു, വിരചിച്ചു, വിരചയതി. അപ്പോ ഒരു രചനയാണ്. അപ്പൊ വിഷംഗനെ വധിക്കുവാനായിട്ട് ചില പ്രത്യേക പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ മന്ത്രം. അത് ആരാലാണ് ചെയ്തത്? മന്ത്രിണി എന്ന അമ്മയാലാണ്. അത് നമുക്കറിയാം. മന്ത്രിണി ദേവി എന്ന് വെച്ചാൽ അമ്മയുടെ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. സംഗീതമാണ്. അപ്പൊ അതോടെ എല്ലാം ഒരു മാനസികമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു വിരചനം, മനസ്സിൻ്റെതായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അതിലെയും ഇതിലെയും പോകുന്ന മനസ്സിനെയൊക്കെ ഏകാഗ്രമാക്കാനുള്ള ഒരു ശ്രമം ചെയ്താൽ മാത്രമേ വിശേഷേണയുള്ള എന്നതിനേക്കാളും കൂടുതൽ വിരുദ്ധമായ സംഘം സാധകന് മാറി കിട്ടും. എപ്പോഴും എങ്ങോട്ട് വേണം സംഘം? അത് സത്വമായിട്ടായിരിക്കണം. അതില്ലാത്തതിൻ്റെയാണ് പല പല, അതായത് ഇപ്പൊ ഏതൊരു ജോലിക്കാണെങ്കിലും ഏതൊരു കർമ്മത്തിനാണെങ്കിലും നമ്മള് ഏതൊരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുകയാണെങ്കിലും അതിന് യോജിച്ച ഡ്രസ്സ്, അതിന് യോജിച്ച ചിന്താഗതികൾ, അതിന് യോജിച്ച രീതിയിലുള്ള സംസാരം, പ്രവൃത്തി, നടപ്പൊക്കെ അങ്ങനെയാവും. ഒരു പോലീസ് ഓഫീസറെ പോലെ അല്ല ഒരു ഡോക്ടർ, ഒരു ഡോക്ടറെ പോലെ അല്ല മറ്റൊരു ബിസിനസ്സുകാരൻ. എല്ലാവർക്കും അതിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. എന്താണ്? അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതിൽ നിന്നും വ്യതിചലിച്ച് പോകുമ്പോഴാണ് ഇപ്പൊ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും MLA മാരായാലും MP മാർ, അവരതുവരെ ഉണ്ടായിരുന്ന ജീവിത ശൈലി ആയാൽ അവർ താഴെ പോകും. ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലേ. അപ്പൊ അതുപോലെ വിരുദ്ധമായിട്ടുള്ള, തൻ്റെതായിട്ടുള്ള ലക്ഷ്യത്തിന് വിരുദ്ധമായ ഒരു സംഘം, ഒരു കണക്ഷൻ, ഒരു അഡിക്ഷൻ വന്നാൽ അവിടെ തീരുമാനിക്കാം വിഷംഗൻ എന്ന അസുരന്റെ പ്രഭാവം. അതിനെ മറികടക്കാൻ മന്ത്രം കൊണ്ടേ പറ്റും. അവിടെയാണ് മന്ത്രത്തിന്റെ ശക്തി. മന്ത്രം ജപിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ മന്ത്രം ജപിക്കാനല്ല. മന്ത്രം ജപിക്കുന്നത് മറ്റൊരു സംഘത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മന്ത്രം എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞിരുന്നതല്ല, മനനാൽ ത്രായത്തെ ഇത് മന്ത്ര. മനസ്സുകൊണ്ട്, വേറെ ശരീരം കൊണ്ടൊന്നുമല്ല, മനസ്സുകൊണ്ട് ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. ആ മന്ത്രോപാസന ചെയ്തുണ്ടാവുന്ന വിരുദ്ധമായ സംഘം മാറും. എവിടെയൊക്കെയാണോ അഴുക്ക് പറ്റിക്കിടക്കുന്നത്, എങ്ങോട്ടൊക്കെ നമുക്ക് മനസ്സ് പതറിപ്പോകാൻ തോന്നുന്നു, അവിടെയൊക്കെ അടക്കേണ്ടടുത്ത് അടച്ചും തുറക്കേണ്ടത് തുറക്കാൻ ചെയ്യുന്ന തരത്തിൽ നമ്മളെ അതിലേക്ക് നയിക്കുവാനാണ് ഒരു ഗുരുവിൽ നിന്നും ശബ്ദ തന്മാത്ര എന്ന് പറയുന്ന ആകാശാത്മക പ്രതീകമായിട്ടുള്ള ചെവിയിലൂടെ ആ മന്ത്രസ്പന്ദനത്തെ നമ്മളിലേക്ക് നട്ടു വളർത്തി അതൊരു വടവൃക്ഷമാകുന്നത് വരെ ഗുരുനാഥൻ നോക്കി നിൽക്കും. ആ ഒരു ഭാവത്തിന് ഗുരുനാഥന്റെ ഒരു രചനയാണ്, വിരചനമാണ്. അത് മനസ്സിന്റെ താളം തെറ്റിക്കിടക്കുന്ന മനസ്സിനെ താളാത്മക ബോധത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വടവൃക്ഷമായാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ അത് പോവില്ല. ഇവിടെ വിഷംഗനെ വധിച്ചത് മന്ത്രിണിയാണ്, മന്ത്രത്തിന്റെ ശക്തി തന്നെയാണ്. അപ്പോ ഒരു സാധകനെ കുറിച്ച് ചിന്തിച്ചാൽ ആ ഭണ്ഡാസുരൻ എന്ന് പറയുന്ന കാമത്തിൽ നിന്ന് ഉത്ഭവിച്ച കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സല്യം എന്ന ഷഡ് വൈരികൾ നമ്മളെ
വിരുദ്ധ സംഘത്തിലേക്ക് നയിക്കുന്നതിന്റെ ഏറ്റവും ഉയർന്ന ഭാവമായിട്ടുള്ള ഭണ്ഡാസുര ഭാവമാണ് നമ്മുടെയൊക്കെ മനസ്സിലും ബുദ്ധിയിലും ഒക്കെ ഉള്ളത്. അപ്പൊ ദേവിയെ ഉപാസിച്ച് വരുമ്പോൾ അവിടെ നടക്കുന്ന രക്ഷിക്കണേ എന്ന് പറഞ്ഞ സമ്പൂർണ്ണ സമർപ്പണം ദേവേന്ദ്രൻ ചെയ്തതുപോലെ ചെയ്യുമ്പോൾ ആ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ചിതഗ്നിയിൽ നിന്നും ആ കുണ്ടത്തിൽ നിന്നും അമ്മ മക്കളെ രക്ഷിക്കാനായിട്ട് ഉദ്ഭൂതയാവും, ഉയർന്നു വരും. അല്ലെ? അങ്ങനെയുള്ള അമ്മയുടെ കയ്യിലിരിക്കുന്നതൊക്കെ പാശവും രാഗവും ദ്വേഷവും മനസ്സും പഞ്ചതന്മാത്രയൊക്കെയാണ് യുദ്ധത്തിന്. ഇതൊന്നും ഒരു യുദ്ധത്തിന് പറ്റിയതല്ല. അതായത് ഒരു ഗുരുവിന്റെ ഭാവം തന്നെയാണ്. കയറിട്ട് കെട്ടി നിർത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവാതെ കെട്ടി നിർത്തി, അങ്കുശം കൊണ്ട് നല്ലോണം ശിക്ഷ തന്ന് ആ പഞ്ചതന്മാത്രകളെല്ലാം വേണ്ടവണ്ണം ആക്കി മനസ്സിൽ തൊടുത്തു വീഴുമ്പോഴുണ്ടാവുന്ന ഒരു ഗുരുവിന്റെ ഇതാണ്. അത് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു മന്ത്രമാണ്. അതിന്റെ ഒരു പ്രത്യേക ഉദാഹരണമാണ് മന്ത്രിണ്യംബാ വിരചിത വിഷംഗ വധദോഷിത. വിരുദ്ധ സംഘോ വിഷംഗോ, അതിന്റെ ഒരു ശ്ലോകം നിർവചനം കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട് എഴുതിയില്ലേ? അത് എഴുതിയിരുന്നോ രേണു? എഴുതിയിരുന്നു. ഓക്കെ. അപ്പൊ അടുത്ത മന്ത്രം മന്ത്രണ്യംബാ വിരചിത വിഷംഗവധദോഷിത വിശുക്രപ്രാണഹരണവാരാഹി വീരനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. ഇതാണ് അടുത്ത മന്ത്രം. അപ്പോ ഇത് കഴിഞ്ഞ ദിവസം പറയാത്തൊരു ശ്ലോകം എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. നമ്മള് വെറുതെ എന്തെങ്കിലും പറയാന്നുള്ളതല്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഭണ്ഡാസുരൻ എന്ന് പറയുന്ന അസുരന്റെ വലത്തെ തോളിൽ നിന്നും ഇടത്തെ തോളിൽ നിന്നും ജനിച്ചവരാണ് ഈ വിഷങ്കനും വിശുക്രനും എന്ന് പറഞ്ഞു. അത് ബ്രഹ്മാണ്ഡ പുരാണം തുടങ്ങിയിട്ടുള്ള പുരാണങ്ങളിൽ പറയുന്നു. പുരാ ഭണ്ഡാസുരോ നാമ സർവദൈത്യ ശിഖാമണി. എല്ലാ ദൈത്യന്മാരുടെയും ശിഖാമണി ആയിക്കൊണ്ട് ഭണ്ഡാസുരൻ എന്ന് പേരായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. പുരാ ഭണ്ഡാസുരോ നാമ സർവദൈത്യ ശിഖാമണി പൂർവദേവാൻ ബഹുവിധാന്യ സൃഷ്ടും സ്വേച്ഛയാ പട്ടു. സ്വന്തം ഇഷ്ടപ്രകാരം സൃഷ്ടിക്കാനുള്ള ശക്തിയൊക്കെ കിട്ടിയിരുന്നു അനുഗ്രഹം കൊണ്ട്. വിശുക്രൻ നാമ ദൈതേയ വർഗ സംരക്ഷണക്ഷമം ശുക്രതുല്യ വിചാരജ്ഞം ദക്ഷാംസേന സസർജസ വാമാംസേന വിഷംഗം ച സൃഷ്ടവാൻ ഭ്രാതരാവുഭൗ. ഉഭൗ ഭ്രാതരവും, രണ്ട് സഹോദരന്മാരെ പോലെ സഹോദരന്മാരായി സങ്കല്പിച്ചുകൊണ്ട് ഇടത്തെ തോളിൽ നിന്നും വിഷങ്കനെയും വലത്തെ തോളിൽ നിന്നും വിശുക്രനെയും സൃഷ്ടിച്ചു. അത് ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടു. ഇത് ഇവിടെ ശരിക്കും പറയുന്നു ശുക്രതുല്യ വിചാരജ്ഞം. ഈ വിശുക്രൻ എന്ന് പറയുന്നത് ശുക്രാചാര്യൻ ചിന്തിക്കുന്ന അതുപോലെ ചിന്തിക്കാൻ ശക്തിയുള്ള ഒരു അസുരനായിരുന്നു. അപ്പോ അത്ര ശക്താണ്. കാരണം എല്ലാം ഉണ്ടായത് കാമത്തിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സൗകാമയത, അവൻ ആഗ്രഹിച്ചു. ആദ്യം സൃഷ്ടിക്ക് മുമ്പ് ആഗ്രഹിക്കണമെങ്കിൽ അതിനു മുമ്പ് മനസ്സ് വേണം. ആ പ്രപഞ്ച മനസ്സാണ് ചിത്ത്. അല്ലെ? ഒരു തീ കത്തുന്ന സമയത്ത് പുകയും ഒക്കെ ഉണ്ടാവും. അതുപോലെ അസ്വസ്ഥതകളും ആസുരിക ഭാവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഭണ്ഡാസുരനെ സംബന്ധിക്കുന്നിടത്തോളം കാമഭാവം ആസുരികത ആയി തീർന്നൊരു ഭാവമാണ്. കാമദേവൻ തന്നെ സൃഷ്ടിയുടെ ആളാണ്. അപ്പൊ സൃഷ്ടിക്കാനൊക്കെ എങ്ങനെ സൃഷ്ടിക്കുന്നു ചോദിക്കേണ്ട കാര്യമില്ല, സൃഷ്ടിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി അനേകം വരങ്ങൾ നേടിയ ആസുരിക ഭാവം നേടിയ അദ്ദേഹത്തിന്റെ വിജയം മാത്രമേ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ളൂ. അങ്ങനെ ശുക്രന് തുല്യമായിട്ടുള്ള ശുക്രാചാര്യർക്ക് എങ്ങനെയാണോ ചിന്തിക്കുക അത്രയും ചിന്തിക്കാൻ ശക്തിയുള്ള തരത്തിലുള്ള വിശുക്രനെ സൃഷ്ടിച്ചു എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിലൊക്കെ പറയുന്നു. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? എന്താ? മന്ത്രിണ്യംബാ വിരചിത വിഷംഗ വധദോഷിത. പിന്നെ അടുത്ത മന്ത്രം പറയൂ ആരെങ്കിലും. എല്ലാവരും ഉറങ്ങുവാണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കണേ. വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യ നന്ദിത. നന്ദിത എന്നാണ്. അതിന് കഴിഞ്ഞ പ്രാവശ്യം തോഷിത എന്നാണ് പറഞ്ഞത്.
അപ്പൊ തോഷിത എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, തോഷണം. അതിന്റെയും കോടാനുകോടി മടങ്ങാണ് നന്ദനം, ആനന്ദനം എന്നൊക്കെ പറയാം. ആനന്ദം, നന്ദം എന്നൊക്കെ പറഞ്ഞ അർത്ഥം. അപ്പൊ നന്ദിതയാണ്, ആനന്ദമായതാണ്. കാരണം വിഷങ്കൻ വിരുദ്ധമായ സംഘം മാറി നല്ലൊരു സംഘത്തിലേക്ക് വന്നാൽ ഉണ്ടാവുന്നത് ആനന്ദമല്ല. ആലോചിച്ചാൽ അറിയാം. വേണ്ടാത്ത കൂട്ടുകെട്ടിലൂടെ പോയി ഒക്കെ നശിക്കാനുള്ള ഒരാള് നല്ല മാർഗത്തിലേക്ക് വരുമ്പോ സന്തോഷമായി, അവിടെ ആനന്ദമൊന്നുമില്ല അല്ലെ. ആലോചിച്ചോ, സന്തോഷമായി, ഓ ഈശ്വര രക്ഷപ്പെട്ടു, ഒരു മനസ്സിന്റെ ഒരു സന്തോഷം. പക്ഷെ മറ്റത് അങ്ങനെയല്ല. വിശുക്രപ്രാണഹരണ വാരാഹി വീര്യ നന്ദിത, ഒരു വീര്യത്തിൽ ആനന്ദിച്ചു. എന്താണ് വാരാഹിയുടെ വീര്യത്തിൽ? ഇപ്പൊ നമ്മൾ പറയുമ്പോൾ വാരാഹിയുടെ വീര്യം എന്ന് വെച്ചാൽ ആ ശക്തി, ആ യുദ്ധപട്ടുത, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ തൽക്കാലം അങ്ങനെ ചിന്തിക്കണം. വിഷങ്കനെ കൊന്ന സമയത്തുള്ള മന്ത്രിണിയുടെ പ്രത്യേക യുദ്ധരചന കണ്ട് സന്തോഷിച്ചു എന്ന് സാമാന്യ അർത്ഥം പറയുമ്പോ, ഇവിടെ വിശുക്രന്റെ പ്രാണൻ ഹരിച്ച, വിശുക്രൻ അസുരൻ വലത്തെ ഭണ്ഡാസുരന്റെ വലത്തെ തോളിൽ നിന്നും അദ്ദേഹം തന്നെ ഭണ്ഡാസുരൻ തന്നെ സൃഷ്ടിച്ച സഹോദര തുല്യനായ വിശുക്രന്റെ പ്രാണനെ ഹരിച്ചു, മറ്റത് വധിച്ചു എന്നാണ്. ഒരുപാട് എത്ര മണിക്കൂർ പറഞ്ഞാലും തീരില്ല അത്. വിരുദ്ധമായ സംഘം പിന്നെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, അതിനെ വധിച്ചേ പറ്റൂ. ആ ജീവൻ അങ്ങോട്ട് എടുക്കണം, വിരുദ്ധമായ സംഘം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. വധതോഷിത. ഇവിടെ അങ്ങനെയല്ല, ഹരിക്കുകയാണ്. ഹരിക്കാൻ അർത്ഥം എന്താ? തിരിച്ച് പൂർണ്ണമായിട്ട് സക്ക് ചെയ്തെടുക്കാൻ തന്നെ അർത്ഥം ഹരണം എന്ന് വെച്ചാൽ. അപ്പൊ വിശുക്രന്റെ പ്രാണൻ, വിശുക്രാസുരന്റെ പ്രാണത്തെ ഹരിച്ച വാരാഹിയുടെ വീര്യത്തിൽ ആനന്ദിച്ചവൻ, അതാണ് ഒരർത്ഥം. അപ്പൊ എന്താണ് വിശുക്രൻ? ഇവിടെ അങ്ങനെ ഒരു സാമാന്യർത്ഥം ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിശുക്രൻ എന്ന അസുരനെ, അതിന്റെ ശക്തിയെ അവിടെ കൊന്നു എന്ന് പറയണ പോലുമില്ല. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില തലങ്ങളാണ്. വിശുക്രന്റെ പ്രാണനെ ഹരിച്ചു വെച്ചാൽ വധിക്കല് തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ വധദോഷിത എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയാമായിരുന്നു ശന്യാദി വാഗ്ദേവതമാർ. ഇവിടെ വിശുക്രന്റെ പ്രാണനെ ഹരിച്ച വാരാഹിയുടെ വീര്യത്തിൽ നന്ദിത. അപ്പൊ എന്താണ് വിശുക്രൻ എന്നുള്ള അസുരനെ വിട്ടിട്ട് ചിന്തിച്ചാൽ വിശുക്രന്റെ നിർവചനം വിരുദ്ധം ശുക്രം തേജോ യസ്യ സ ജീവഭാവ വിശേഷേണ ശുചം ശോകം രാജി കാമതീതി വാ എന്നാണ് ശരിക്ക് വിശുക്രന്റെ അർത്ഥം. വിരുദ്ധമായ ശുക്രം, ശുക്രം എന്ന് വെച്ചാൽ ശുക്ലം എന്ന് തന്നെ അർത്ഥം. അതായത് അവനവന്റെ ബീജം എന്നർത്ഥം. അതാണ് ഞാൻ തേജോസി തേജോനുപ്രേഹ്യഗ്നിസ്തേ തേജോമാ വിനയിൽ എന്നൊരു മന്ത്രം കഴിഞ്ഞ ദിവസം ചൊല്ലി. പഞ്ചകവിയൊക്കെ കൂട്ടുമ്പോ അതില് ഗോമൂത്രവും ഗോമയവും പാലും തൈരും ഒക്കെ പ്രത്യേക മന്ത്രമുണ്ട്. പക്ഷെ നെയ്യിന് മാത്രം പിന്നൊരു മാറ്റം വരില്ല. നെയ്യ് കഴിഞ്ഞാൽ പിന്നെ അത് ബാഷ്പീകരിച്ച് പോവുള്ളൂ. പാലിൽ നിന്നും തൈര് വെണ്ണ കളഞ്ഞെടുത്ത് നെയ്യ് പിന്നെ മാറ്റം വരില്ല. ആ നെയ്യിന് ശുക്രമസി എന്ന് പറയുന്ന അങ്ങനെ പറഞ്ഞിട്ടുള്ള തേജോസി തേജോനുപ്രേഹ്യ അഗ്നിസ്തേ തേജോമാ വിനയിൽ ഇത് തേജസ്സാണ്. അതിവിടെ പറയും ശുക്രമസി, ഇത് ശുക്രമാണ്. ശുക്രം എന്ന് വെച്ചാൽ ശുക്ലം എന്ന് തന്നെ അർത്ഥം, തേജസ് എന്ന് തന്നെ അർത്ഥം. ഇവിടെ പറയുന്നു വിരുദ്ധമായ ശുക്രം യസ്യ സ ജീവഭാവ, ആരുടെ ജീവഭാവത്തിലാണോ വിരുദ്ധമായ ശുക്ലമുള്ളത്. അതുകൊണ്ട് ശുചം ശോകം ദുഃഖം ഉണ്ടാക്കുന്നത്, കാമം ഉണ്ടാക്കുന്നത്, ദുഃഖം ശോകം കാമം ഒക്കെ ഉണ്ടാക്കുന്ന തരത്തില് ആരുടെ ജീവഭാവത്തിലാണോ വിരുദ്ധമായ ശുക്ലമുള്ളത് ബീജമുള്ളത്, അതിനാണ് വിശുക്രം എന്ന് പറയാം. ഇത് ഇങ്ങനെ ശ്ലോകം വേണമെങ്കിൽ തരാന്നേ ഉള്ളൂ, ആവശ്യം ഉണ്ടെങ്കിൽ. അപ്പൊ അത് ഇത്തിരി കട്ടിയാണ്, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ആവശ്യക്കാർ ചോദിച്ചാൽ പറയാം. അപ്പൊ എന്താണ് ശുക്രം? അപ്പൊ ശുക്രം നമ്മുടെ ജീവന്റെ യഥാർത്ഥ ഭാവം. ഈ ശുക്രമാണ് നമുക്ക് ദുഃഖവും ശോകവും ഒപ്പം തന്നെ കാമവും ഒക്കെ ഒരുപാട് കൊണ്ടുതരുന്നത്. അപ്പൊ കാമമാണ്, കാമത്തിന്റെ അസുരനാണ് കാമദേവൻ, കാമാസുരനായ ഭണ്ഡാസുരൻ.
അപ്പൊ അവിടെ അതിൽ നിന്നുണ്ടായത് എന്താ? വിരുദ്ധമായ സംഘം വരുന്നത് എവിടെ നിന്നാണ്? വിരുദ്ധമായ ശുക്രമുള്ളപ്പോഴാണ്. അപ്പൊ മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അവനവൻ ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലെ കാണുക, കേൾക്കുക, സംസാരിക്കുക, രുചിക്കുക, സ്പർശിക്കുക, അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഉറങ്ങുക, നടക്കുക, മലമൂത്ര വിസർജനം ചെയ്യുക, ആഹാരം കഴിക്കുക, നല്ല നല്ല കരയുക, അല്ലെങ്കിൽ സന്തോഷിക്കുക, ഇങ്ങനെ പല 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 എന്തെല്ലാം പ്രവൃത്തികൾ മനുഷ്യനുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? അത് ചിന്തിക്കാൻ കുറച്ച് കട്ടിയാണ്. ചില വിഷയങ്ങൾ പറയുമ്പോൾ പറഞ്ഞു പോയില്ലെങ്കിൽ അത് അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് പോകും. ഞാനൊരു ചോദ്യം ചോദിക്കാം, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി ഉത്തരം. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്ന സമയമില്ല. മനസ്സ് ഇല്ലാതെ, മനസ്സ് എന്ന് പറയുന്നത് എവിടെ ഇരിക്കണമെന്ന് അറിയില്ല. നമ്മളൊക്കെ പറയും എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയും. മനസ്സിൽ ആയില്ല എന്നാണ്. മനസ്സിൽ ആയി, മനസ്സിൽ ആയില്ല. പക്ഷെ ഈ മനസ്സ് എവിടെയാന്ന് ചോദിച്ചാൽ അറിയില്ല, അല്ലെ? ഇത് എവിടെ ഉണ്ട്? തലയിലാണോ, കാലിലാണോ, അല്ലെങ്കിൽ വയറിലാണോ, നെഞ്ചിലാണോ, കഴുത്തിലാണോ, ഒന്നും അറിയില്ല എവിടെ ഈ മനസ്സ്. ഈ മനസ്സില്ലെങ്കിൽ എനിക്ക് മനസ്സില്ല എന്നൊക്കെ നമ്മൾ പറയും. മനസ്സവിടെ ഉണ്ട്, എനിക്ക് പറ്റില്ല. എന്റെ ശരിയായ ഭാവം, എന്റെ ബുദ്ധി പ്രകടീകൃതമാകുന്നത് നെഗറ്റീവ് ആയിട്ടാണ് നെഗറ്റീവ്, പോസിറ്റീവ് ആണ് പോസിറ്റീവ്. ഈ മനസ്സ് ഏറ്റവും എല്ലാത്തിലും മനസ്സ് വേണം. നമ്മൾ അറിയാതെ കോടാനുകോടി സെക്കൻഡിന്റെ ഒരു കോടാനുകോടി സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രകമ്പനം കൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്നത് എന്ത് സംസാരിക്കണമെന്നും വിചാരിച്ചിട്ടല്ല, അങ്ങ് സംസാരിക്കലാണ്. ഒരു ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കണ്ണടയുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട്, പലതും ഈ സമയത്ത് ബോഡിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം മനസ്സില്ലാണ്ട് പറ്റില്ല, അല്ലെ? പുറത്തേക്ക് മനസ്സ് കണ്ടില്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഉപബോധ മനസ്സ് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, ഈ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്? അപ്പൊ അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോ എല്ലാത്തിലും മനസ്സുണ്ടല്ലോ, അത് കറക്റ്റാ. മനസ്സില്ലാതെ ഒരു കാര്യം നടക്കില്ല. അതിനെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ്. മനസ്സ് അല്പം ഒന്ന് തെറ്റിയാൽ, മനസ്സ് അല്പം തെറ്റിയാന്ന് വെച്ചാൽ തെറ്റ് നെഗറ്റീവ് എന്നല്ല. ഇപ്പൊ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സ് വേറെ ഒരാൾ മരിച്ച കാര്യമോ, അല്ലെങ്കിൽ ലോട്ടറി അടിച്ച കാര്യമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യമോ ഇഷ്ടമില്ലാത്ത കാര്യമോ മക്കളെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചോട്ടാണെങ്കിലും ആഹാരമൊക്കെ കഴിച്ചോണ്ടിരിക്കും. കഴിഞ്ഞു, ഞാൻ എന്തോ ചിന്തിച്ച് ആഹാരം മുഴുവൻ കഴിച്ചു. മനസ്സവിടെ വേറെ വർക്ക് ചെയ്യണ്ട. മനസ്സില്ലെങ്കിലും ആഹാരം കഴിക്കാം, മനസ്സില്ലെങ്കിലും മലമൂത്ര വിസർജനം ചെയ്യാം. ഈ മനസ്സില്ല എന്ന് പറഞ്ഞാലും ഉറങ്ങാം, അല്ലേ? അവിടെയൊക്കെ മനസ്സുണ്ട്, പക്ഷെ മനസ്സിന്റെ അത്രമാത്രം കാഠിന്യം ഇല്ല. ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പറയാം. ഇത് എൻ്റെ ഒരു ചിന്തയാണ്. അങ്ങനെയുള്ളപ്പോ നമ്മുടെ ജീവിതം, ഒരു മനുഷ്യന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ നിത്യേന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളിൽ മനസ്സ് ഒരു കർമ്മം ചെയ്യാം. ഏത് കർമ്മം നിങ്ങൾ പറയണം, അതാണ് ഒരു കർമ്മം. ഈ നടക്കുക, ഇരിക്കുക, പോവുക, അല്ലെങ്കിൽ ആഹാരം കഴിക്കുക, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയണ്ട. അതിൽ ഒരു കാര്യത്തിൽ, ഒരേ ഒരു വിഷയത്തിൽ മനസ്സ് ആ ഒരു വിഷയത്തിൽ നിന്നും അല്പമൊന്ന് തെന്നിയാൽ, ഒന്ന് മാറിയാൽ, നമ്മൾക്ക് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മനസ്സ് കൊടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? ആഹാരം കഴിക്കണം, മനസ്സ് കൊടുത്തു ഇഷ്ടത്തോടെ ചെയ്യണം, ഇഷ്ടത്തോടെ കഴിക്കണം എന്നൊക്കെ ഉള്ളൂ. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുദ്ധിയാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെ? അവിടെ നമ്മൾ മനഃപൂർവ്വം അടിച്ചേൽപ്പിച്ച് പഠിക്കാൻ മനസ്സിനെ അങ്ങ് ശക്തമാക്കിയിട്ടൊക്കെ പഠിക്കുക. മനസ്സ് പോയാലും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഒരു കർമ്മം, ആ കർമ്മത്തിന്റെ ലക്ഷ്യം, ഏത് കാര്യം ചെയ്യുന്ന ലക്ഷ്യമാണ്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് ഞാൻ പറയണു. അതായത് ഒരു ചെറിയ ചലനം ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ആ പ്രവൃത്തിയുടെ കാര്യത്തിൽ മനസ്സൊന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയാൽ അമ്പേ പരാജയപ്പെടുന്ന ഒരു കർമ്മമുണ്ട്. അത് ചിന്തിക്കുക കേട്ടോ. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു തരാനും പോടില്ല ഞാൻ. നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ പറയുന്ന ആരെങ്കിലും അത് സത്യമാണെങ്കിൽ ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ഇവിടെ പറയുന്നു, വിരുദ്ധം ശുക്രം
തേജോ യസ്യ സ ജീവഭാവ വിശേഷേണ ശുചം ശോകം രാതി കാമതീതിവ. രാതി കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇവിടെ യസ്യ ജീവഭാവ ശുക്രം തേജോ വിശേഷേണ ദാനം രാതി യസ്യ ശുചം ശോകം വിശേഷേണ കാമതി. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അന്വയം വരിക. അത് കൂടുതൽ പഠിക്കണ്ട. എന്തായാലും വിരുദ്ധമായ ശുക്രം. അപ്പൊ അതെന്താണ് വിരുദ്ധമായ ശുക്രം? നമ്മുടെ ആധ്യാത്മിക രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ പരിപൂർണമായിട്ടും ചേർത്ത് വച്ചിട്ടുള്ള സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും മനസ്സും ഒക്കെ ചേർത്ത് വച്ചിട്ടുള്ള നമ്മുടെ തന്നെ പൂർണ്ണമായ DNA എന്ന് പറയുന്ന ആ ഒരു ഭാവം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ശുക്ലത്തിലാണ്, ബീജത്തിലാണ്. അതുള്ളത് കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം ഒക്കെ ഉണ്ടാവുന്നത് അതിൽ നിന്ന്. അപ്പൊ ആ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ശുക്ലശോണിതങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളതാണ് നമ്മളൊക്കെ. അത് സൃഷ്ടിന്മുഖമായിട്ട് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് വേണ്ടവണ്ണം വിരുദ്ധമല്ലാത്ത രീതിയിൽ ആ ശുക്രം പ്രവർത്തിച്ചാൽ അപകടമില്ല. അവിടെയാണ് പ്രത്യേകിച്ച് ബ്രാഹ്മണ സമൂഹത്തില് ആശ്രമങ്ങൾ 4 വേണം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച മനുഷ്യന് എന്ന് പറയാൻ കാരണം. അതില് ഒരു അബദ്ധം നമ്പൂതിരിമാർക്ക് പറ്റിയത് സ്ത്രീകളെ ഒഴിവാക്കിയെന്നുള്ളത്. ഇപ്പൊ സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സംവരണം അത് പറയല്ല ഞാൻ. അതിനെ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ അർത്ഥമൊക്കെ വലിയ അർത്ഥമാണ്, നമ്മൾ പറയുന്ന അർത്ഥമൊന്നുമല്ല. ആ ബ്രഹ്മം എന്ന് പറയുന്ന ശരിയായ സത്സംഗത്തെ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ശരിയായ സത്സംഗത്തിലേക്ക് നടന്നടുക്കുവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജന്മമാണ് മനുഷ്യൻ. ആ മനുഷ്യന് അത് തന്നെ ശരണം എന്ന രീതിയിൽ അത് തന്നെ കിട്ടും എന്ന് ഉറപ്പ് തന്നിട്ട് സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന റാങ്ക് കിട്ടിയവരാണ് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുക. അങ്ങനെയുള്ളവരാണ് നേരെ വിപരീതമായിട്ട് ജീവിക്കുന്നത്. കാരണം സർവേ വിപരീത ഭവിഷ്യന്തി കലയുഗേ, കലിയുഗത്തിലെല്ലാം വിപരീതമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിശ്ചയിച്ചതാണ് ആശ്രമമാണ്. അല്ലാണ്ട് സന്യാസിയുടെ മാത്രമൊന്നുമല്ല ആശ്രമം. ബ്രഹ്മചര്യ ആശ്രമം, ഗൃഹസ്ഥ ആശ്രമം, വാനപ്രസ്ഥ ആശ്രമം, സന്യാസാശ്രമം. ഒരു സന്യാസി കാണിക്കാൻ മാത്രം ആശ്രമം, അങ്ങനെ പറ്റില്ല. അവിടെ അതുകൊണ്ട് എന്താണ് ബ്രഹ്മചര്യം? അവിടെയാണ് ഈ ശുക്രം വിരുദ്ധമായി പോവാതിരിക്കാൻ ബുദ്ധിയൊക്കെ ഉദിക്കുന്ന ഉറയ്ക്കുന്ന ആ ഒരു ടൈമിൽ നമ്മളിപ്പോ എപ്പോഴെങ്കിലുമൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കാണിക്കലാണ്. അതിനു വേണ്ടിയിട്ടുള്ള മാർഗം ഉപദേശിക്കാം. കാരണം എന്റെ വഴി ഇതാണ് എന്നൊരു മനുഷ്യന് കണ്ണുകൊണ്ട് കാണാം, ബുദ്ധി കൊണ്ട് ചിന്തിക്കാം. പക്ഷെ അത് പോരാ. നീ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നീ ബ്രാഹ്മണനാവുകയാണ്. നീ ബ്രഹ്മജ്ഞാനമാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ നിനക്ക് വേറൊരു കണ്ണും കൂടെ തരാം, ഉപനയനം. അങ്ങനെയാണ് മറ്റൊരു കണ്ണും കൂടെ കൊടുക്കുക. അതെന്തിനു വേണ്ടി? ഏത് മാർഗത്തിലാണ്? അത് നിന്റേതായിട്ടുള്ള ഈ ശരീരം നിർമ്മിച്ചിട്ടുള്ള 70,000 നാഡികൾക്കും ആധാരമായിട്ടുള്ള നട്ടലിൽ അതിസൂക്ഷ്മമായിട്ടിരിക്കുന്ന ഇട, പിങ്കള, സുഷുമ്ന നാഡിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് നീ നയിക്കണം. അവിടെയാണ് ആ കണ്ണുള്ളത് എന്ന് പറഞ്ഞ 3 ഇഴയുള്ളൊരു നൂലോടും. അതുകൊണ്ട് യജ്ഞ ഉപവീതം, അത് യജ്ഞാണ്. അപ്പൊ യജ്ഞം എന്താന്നൊക്കെ പഠിക്കണം, അത് പറയാൻ സമയമില്ല. അത് പറയുന്നുണ്ട്. യജ്ഞോപവീതം പരമം പവിത്രം എന്ന് പറയുന്ന ശ്ലോകം ചൊല്ലിയിട്ടാണ് ഇടുക. ആ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കിയാൽ തന്നെ, ചിന്തിച്ചാൽ തന്നെ നമുക്ക് മുക്തിയാവും. അങ്ങനെയുള്ള ആ ഉപനയനം കഴിക്കുന്നത് ബ്രഹ്മചര്യാശ്രമത്തിലാണ്. അപ്പൊ എന്താ പറയാ? പപ്പടം കൂട്ടരുതേ, അല്ലേ? പകല് കിടന്ന് ഉറങ്ങരുത്, രാത്രി ഉറക്കം വിളിക്കരുത്, ശുദ്ധമാവണം, എപ്പോഴും ശുദ്ധി ഉണ്ടാവണം. നമുക്ക് പറ്റാത്ത ഒരു വ്യക്തികളുമായിട്ടോ സാഹചര്യമായിട്ടോ ഒന്നും ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയല്ലേ പറയാ. അതിനെ നമ്മളൊരു ജാതിയുടെയും തീണ്ടലിന്റെയും അല്ലെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു എന്ന രീതിയിലായി പോയതാണ്. പണ്ട് സ്ത്രീകൾക്കും ഉപനയനം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കണം. ഇവിടെ ഇത് പറയണ വിശുക്കറിനെ കുറിച്ച് പറയണ ഇതൊക്കെ പറഞ്ഞേ പറ്റൂ. ഒരു ദിവസം കൊണ്ട് തീരുന്നു തോന്നില്ല. പുരാ കൽപ്പേതു നാരീണാം മൗഞ്ചീബന്ധനമിഷ്യതേ. പണ്ടുള്ള കൽപ്പങ്ങളിൽ, കൽപ്പം എന്താണെന്നറിയാലോ?
യുഗം, ചതുർയുഗങ്ങള്, മന്വന്തരം, കൽപ്പം ഒക്കെ കേട്ടത്. അപ്പൊ പണ്ട് എത്രയോ യുഗങ്ങൾക്ക് മുമ്പുള്ള കാലത്തെ കാര്യം യമസ്മൃതി പറയുന്നതാണ്. യമസ്മൃതി പറയുന്നു, പുരാ പണ്ട് കൽപ്പേതു കൽപ്പങ്ങളിലാകട്ടെ നാരീടാം സ്ത്രീകൾക്ക് മൗഞ്ചീബന്ധനമിഷ്യതേ പൂണൂല് ധരിക്കണമായിരുന്നു. ഇഷ്യതേത് തന്നെയാണ്. എന്നിട്ട് പറയുന്നു, അധ്യാപനന്തു വേദാനാം സാവിത്രി വചനം തഥാ ഇഷ്യതേ. വേദം പഠിപ്പിക്കണമായിരുന്നു. വേദം പഠിപ്പിക്കണമെങ്കിൽ വേദം ചൊല്ലണ്ടേ. സാവിത്രി വചനം, സാവിത്രി ഗായത്രി ജപിക്കണമായിരുന്നു എന്നുണ്ട് പ്രമാണം. കാലാന്തരത്തിലെല്ലാം പോയി. മനുഷ്യനെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടൊന്നും പ്രത്യേകിച്ച് അളന്ന് തിട്ടപ്പെടുത്തി ഒരാചാരത്തിനോടെ കണ്ടിട്ടില്ല. വേദത്തില് ആംഭ്രണി സൂക്തം എന്നൊരു സൂക്തമുണ്ട്. ആംഭ്രണ മഹർഷിയുടെ പത്നി താൻ ദേവിയായി എന്ന് പൂർണ്ണ ബോധം വന്ന് തന്നെ തന്നെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലിയ ആ ആംഭ്രണി ചൊല്ലിയ വേദോക്തങ്ങള് ഋഗ്വേദത്തില് സൂക്തം തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ആ ബ്രഹ്മചര്യ ആശ്രമത്തിൽ എന്താണ്, അവനവന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള കാഴ്ചകൾ, കേൾവികൾ, ഇതൊക്കെ. അതായത് എന്താണ് ബ്രഹ്മചര്യം. ആർക്കെങ്കിലുമൊക്കെ ശ്ലോകം വേണമെങ്കിൽ എന്നോട് പ്രത്യേകം മെസ്സേജ് ചോദിച്ചാൽ മതി. അപ്പൊ പറഞ്ഞു തരുമ്പോ എഴുതിയെടുക്കുമ്പോ സമയം പോകും. അതായത് ദർശനം, സ്പർശനം, കേളി, നർത്തനം, ഗുഹ്യഭാഷണം, സങ്കല്പോധ്യവസായിശ്ച ക്രിയാനിവൃത്തിരേവച ഏതൽ മൈഥുനമഷ്ടാംഗം പ്രവദന്തി മനീഷിന വിപരീത ബ്രഹ്മചര്യം അനുഷ്ഠേയം മുമുക്ഷു. ഇതാണ് ബ്രഹ്മചര്യം. ദർശനം, അധികം കാണുക. സ്പർശനം, തൊട. കേളി, കളിക്ക. നർത്തനം, ഗുഹ്യഭാഷ, രഹസ്യം പറയാ. ഇങ്ങനെ കുറച്ച് 8 പറയുന്നുണ്ട്. ഈ 8 മൈഥുനം എന്ന് പറയുന്നത്. 2 എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക. മിഥുനം, മൈഥുനം. മിഥുനത്തിന്റെ ഭാവമാണ് മൈഥുനം. ഇതിന്റെ നേരെ വിപരീതമാണ് ബ്രഹ്മചര്യം. അധികം പലതും ദർശിക്കാതിരിക്കുക, പലതും സ്പർശിക്കാതിരിക്കുക, പലതരത്തിൽ പല കേളികളും നടത്താതിരിക്കുക, അതുപോലെ തന്നെ രഹസ്യങ്ങളായ കാര്യങ്ങൾ വെറുതെ പറയാതിരിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ 8 വിപരീതം അനുഷ്ഠിച്ചാൽ ബ്രഹ്മചര്യം അനുഷ്ഠേയം. അപ്പൊ അതെന്താ പറയുന്നത്? മനസ്സിനെ വിരുദ്ധമായ സംഘത്തിലേക്ക് പോവാൻ അനുവദിക്കുന്ന എന്തോ ഒന്നിനെ പിടിച്ചു കെട്ടാനാണ്. അതാണ് വിരുദ്ധമായ ശുക്രം. അത് നമ്മുടെ അധോരേതസ് എന്ന് പറയും. ആ അധോരേതസിനെ പോലും നേർവഴിക്ക് നയിക്കാനാണ് ഗൃഹസ്ഥാശ്രമം. ആ ഗൃഹസ്ഥാശ്രമത്തിലൂടെ അത് മനസ്സിലാക്കി അതിനോട് വിരക്തി വന്ന് രണ്ടുപേരും വാനപ്രസ്ഥത്തിലേക്ക് പോയി, അവനവനെ തേടി സന്യാസത്തിലേക്ക് പോയി. അങ്ങനെ പോകുമ്പോഴാണ് ശരിയായിട്ടുള്ള അഹം ബ്രഹ്മാസ്മി എത്തുള്ളൂ. അതിനു വേണ്ടിയുള്ള ചിട്ടയാണ് ഇതൊക്കെ. ഇവിടെ ബ്രഹ്മചാരി ആയാലും ഗൃഹസ്ഥാശ്രമി ആയാലും വാനപ്രസ്ഥനായാലും സന്യാസി ആയാലും അവനെ എല്ലാം നയിക്കുന്നത് ഈ ശുക്രമാണ്, അല്ലെ? അപ്പൊ അതിനെ അധോരേതസാക്കാതെ ഊർധ്വരേതസാക്കൂ എന്നാണ് ഇടാപിംഗള സുഷുമ്ന നാഡിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഉപനയനത്തിലൂടെ ബ്രഹ്മത്തെ ആചരിക്കുന്ന വഴിയെ പറഞ്ഞുകൊണ്ട് ഇവിടെ വിശുക്കറിന്റെ ആ വീര്യത്തെയാണ് ഹരിച്ചത്. വീര്യം എന്ന് വെച്ചാൽ ശുക്രം എന്ന് തന്നെ അർത്ഥം. അതിന് വാരാഹി എന്ന് പറയുമ്പോൾ വരാഹത്തിന്റെ ശക്തി, വരാഹം, ശ്രേഷ്ഠമായ അഹംബോധം. വരാഹം എന്ന് പറഞ്ഞാൽ പരമായ അഹം, ശ്രേഷ്ഠമായ അഹംബോധത്തിന്റെ ശക്തി കൊണ്ട് വിരുദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശുക്ലരേതസിനെ ഹരിച്ച് ഊർധ്വരേതസാക്കുന്നു. അതിലമ്മ സന്തോഷിക്കും. അത് ഊർധ്വരേത തപത്യാഗി നീയതാഹി ച സംയമി ഹിതകാരി മിതാഹാരി സത്യസന്ധോ ഭവേൽ ഋഷി. ഋഷിയുടെ പ്രമാണാണത്. ഋഷി അല്ലെ, ഋഷിമാരാ, ഋഷിപ്രോക്തം, ഋഷി പറഞ്ഞു, ആ ഋഷി പറഞ്ഞു, ഈ ഋഷി ആയത് എങ്ങനെയാണ്? ആ ഋഷിയുടെ ക്വാളിഫിക്കേഷൻ ഇതാണ്. എന്താണ്? ഊർധ്വരേതസായിരിക്കണം. വിശുക്രഭാവം, പുറത്തേക്ക് ആഗ്രഹങ്ങളിലൂടെ കാണാനും കേൾക്കാനും കളിക്കാനും ഒരു നിമിഷത്തേക്കാണെങ്കിലും ആ കാമസുഖം അനുഭവിക്കാനായിട്ട് തുടിക്കുന്ന സാധാരണ മനുഷ്യന്റെ ശുക്രം അങ്ങനെ പോകാതെ
ഊർധ്വരേതസാകണം. ആ ഊർധ്വരേതസാക്കാനുള്ള പടിയിലാണ് ഒന്ന് മന്ത്രോപദേശം, ഗായത്രി ജപം. ബുദ്ധിക്കൊക്കെ അതിനുള്ള പ്രചോദനം കൊടുക്കുകയാണ്. ഇത് താഴോട്ട് പോവാതെ എപ്പോഴെങ്കിലും ഇനി താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയ്ക്ക് വന്ന പുതിയ നല്ല സൃഷ്ടി ഉണ്ടാക്കാനുള്ള സങ്കല്പത്തിലൂടെ ഇങ്ങനെ ആ ശുക്രത്തെ ഊർധ്വരേതസാക്കും. അപ്പോഴാണ് ലളിതാസഹസ്രനാമത്തിൽ പറയുന്ന മൂലാധാരൈക നിലയാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണു ഗ്രന്ഥി വിഭേദി. നമുക്ക് പഠിക്കാനുള്ള ആ കാര്യങ്ങളിലേക്ക് വരും പറയാം. ഇങ്ങനെ പ്രപഞ്ച സൃഷ്ടിക്ക് പോലും കാരണമായിട്ടുള്ള മനുഷ്യജീവന്റെ ശുക്രത്തെ അതിനൊന്നും പുനരഭിജനനം വരാതിരിക്കാൻ, താൻ തന്നെ വീണ്ടും ജനിക്കാതിരിക്കാൻ അതിനെ തടഞ്ഞുകൊണ്ട് ഊർദ്ധമായിട്ട് പ്രാണായാമത്തിലൂടെ, മന്ത്രജപത്തിലൂടെ, ധ്യാനത്തിലൂടെ, പല തരത്തിലുള്ള കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്ന് പറയുന്ന പലതിലൂടെയും നമ്മുടെ ജീവിത വൃത്തികളെ കൊണ്ടുവന്ന് ഇതൊന്നും വേണ്ട, കർമ്മം ചെയ്ത് കർമ്മയോഗം ചെയ്ത് കർമ്മസന്യാസ യോഗത്തിലേക്ക് വരെ എത്തണം. ഭഗവത്ഗീത പറയുന്നില്ലേ? അപ്പോഴുണ്ടാവുന്നത് ഈ ചെറിയൊരു നിമിഷത്തിൽ ഉണ്ടാവുന്ന കാമസുഖം താഴത്തോട്ട് പതിക്കാതെ ഊർധ്വരേതസാകുമ്പോ പരമാനന്ദത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇവിടെ നന്ദിത എന്ന് പറയാൻ കാരണം. അങ്ങനെ മുകളിലോട്ട് ഉയരുന്ന, എപ്പോഴും മുകളിലോട്ട് തുടിക്കുന്ന, ഇത് ഞാൻ പറയും ഇതൊക്കെ സംഭവിക്കും, അനുഭവം കൊണ്ട് പറയുകയാണ്. അതിന്റെ അനുഭവം ശരിക്കും നട്ടലിൽ അനുഭവിക്കുന്നത് കൊണ്ടും കൂടെ പറയാം. അതെങ്ങനെയാന്ന് ചോദിക്കരുത്. മധുരം എങ്ങനെയാന്ന് വെച്ചാൽ മധുരം പോലെ ഇരിക്കുന്ന പറയാൻ പറ്റും. തപസ് ചെയ്യുന്നവനായിരിക്കണം. ഊർധ്വരേത തപ ത്യാഗി, ഇഷ്ടമുള്ളതിനെ ത്യജിക്കുകയും ഇഷ്ടമില്ലാത്തതിനെ സ്വീകരിക്കലും ചെയ്യലാണ് ത്യാഗം. അപ്പൊ ഊർധ്വരേതസായിരിക്കണം, തപസ്യായിരിക്കണം, ത്യാഗം. ഊർധ്വരേത തപസ് നീയതാഹീച്ച സംയമി, രണ്ടും കൂടി ചേർത്ത് പറയാം. നിയന്ത്രണമുള്ളവനായിരിക്കണം, സംയമനമുള്ളവനായിരിക്കണം. ഹിതകാരി, പ്രകൃതിക്ക് മുഴുവനും ഹിതം ചെയ്യുന്നവനായിരിക്കണം. നിതാഹാരി, അല്പം ഭക്ഷിക്കുന്നവനെയാണ്. സത്യസന്ധനായിരിക്കണം. ഭവേ ഋഷി. അപ്പൊ അങ്ങനെ ഋഷി തുല്യമായ അവസ്ഥയിലേക്ക് എത്തുവാൻ വേണ്ടി ജനിച്ചിട്ടുള്ള മനുഷ്യജന്മത്തില് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വഴിയിലേക്ക് എത്തിപ്പെടുന്നവർക്ക് ഏറ്റവും ഉദാത്തമായി ഉപാസിക്കേണ്ടതായ ശ്രീവിദ്യാ സമ്പ്രദായത്തില് ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ആസുരിക ഭാവമാണ് വിശുക്രഭാവം. ആ വിശുക്രഭാവം കൂടുതൽ വരാൻ കാരണം വിഷംഗഭാവം തന്നെയാണ്. വേണ്ടാത്ത തരത്തിലുള്ള സത്സംഗം വന്ന് അതിൽ മനസ്സ് കൊടുത്ത് ശുക്രം എന്ന് പറയുന്ന അവനവന്റെ ബീജം പലതരത്തില് കൊല്ലാനും, കൊലവിളിക്കാനും, മറ്റുള്ളവരെ അപമാനിക്കാനും, എന്താ പറയണ്ടേ, ഈ ലോകത്തിൽ കാണുന്ന മുഴുവൻ എനിക്ക് ഭോഗിക്കാനുള്ളതാണെന്നുള്ള പ്രകൃതി ഭോഗത്തിലേക്ക് പോകും. ആ പ്രകൃതി ഭോഗത്തിലേക്ക് പോകാതെ പ്രകൃതിയിൽ മുഴുവനും ഞാനാണെന്നുള്ള ഭാവത്തിലേക്ക് എത്താണ് ആ മനുഷ്യൻ. അതുകൊണ്ടാണ് ഭാഗവതത്തില് എം പ്രവർജന്തമനുപേതമപേത കൃത്യം ദൈവായനോ വിരഹക എന്ന് പറയുന്ന ശ്ലോകമുണ്ട്. ശ്രീശുഖ ബ്രഹ്മർഷി സന്യസിക്കാനായിട്ട് ഇറങ്ങിപ്പോയപ്പോ ഇത്രയൊക്കെ എഴുതിയ വേദവ്യാസം പോലും പുത്ര എന്ന് വിളിച്ച് പുത്രേരി തന്മയതയാ തരവോഭിനേതുസ്തം, അല്ലെ, പുത്ര എന്ന് വിളിച്ചു പോയി ആ ബന്ധം കൊണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. ഈ സമയത്ത് അവിടെയുള്ള വൃക്ഷങ്ങളും ലതകളും ഒക്കെ പുത്ര എന്ന് വിളിച്ചു. കാരണം സർവഭൂതത്തിലും എല്ലാ ഭൂതങ്ങളിലും പഞ്ചഭൂതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ശ്രീശുകൻ. അതുകൊണ്ട് വേദവ്യാസന്റെ അതേ ഭാവമാണ്, എന്റെ പുത്രനാണെന്ന് പ്രകൃതി മുഴുവൻ കണ്ടു. അവിടെ പ്രകൃതി ഭോഗമല്ല, പ്രകൃതി അമ്മയായി. അവിടെ അത് വളരെ കാര്യമായിട്ട് വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു ശ്ലോകം തന്നെയാണ് എം പ്രവർജന്തം അനുപേദം. അപ്പൊ ഈ പ്രകൃതി ഭോഗത്തിലേക്ക് പോകുന്ന അവസ്ഥ മാറാനായിട്ട് വേണ്ടത് നല്ല അട്ടിയാണ് വേണ്ടത്, അല്ലെ? ശരിക്കും അവിടെ ഗുരുഭാവമാണ് വർക്ക് ചെയ്യേണ്ടത്. ആ ഗുരുഭാവം കൊണ്ടാണ് ഗുരോരനുഗ്രഹൈണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഗുരുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ പുരുഷൻ പൂർണ്ണതയിലെത്തൂ എന്ന് ഭാഗവതം. അതുപോലെ ഇവിടെ ആരാണ്? വാരാഹിയാണ്. കയ്യില് മുസലമൊക്കെ ആയിട്ടാണ്, ഒലക്കയൊക്കെ ആയിട്ടാണ്. ഒരു പ്രത്യേക കുത്തിയെടുത്ത് ഇളക്കി മൂലാധാരത്തെ വേണ്ടവണ്ണം, ഭൂമി മൂലാധാരത്തിന്റെ തുല്യമായതാണ്. അതാണ് താഴത്തോട്ട് വിശുക്രമായി പോയി. ആ
ഹിരണ്യാക്ഷൻ, അക്ഷം മുഴുവനും സ്വർണം എന്ന് പറയുന്ന രീതിയിൽ കാമാസക്തി കൊണ്ട് ഹിരണ്യാക്ഷൻ ഈ പൃഥ്വി തത്വത്തെ, മൂലാധാര തത്വത്തെ താഴോട്ട് അധോരേതസാക്കിയിട്ട് ഒരു പ്രയോജനമില്ലാതെ പോയപ്പോഴാണ് ഭഗവാൻ യജ്ഞവരാഹമായി, ആദ്യ വരാഹമായി ജനിച്ച ഭൂമിയെ കുത്തിയെടുത്ത്, ഹിരണ്യാക്ഷനെ കൊന്ന് കുത്തിയെടുത്ത് വേണ്ട സ്ഥലത്ത് കൊണ്ട് സ്ഥിരമായി നിർത്തി. ആ വരാഹത്തിന്റെ ശക്തിയാണ് വാരാഹി. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ താഴോട്ട് പോകേണ്ടവനല്ല, ഈ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തി തന്നെയാണ് സഹസ്രാരത്തിലിരിക്കുന്ന ശിവനാകുന്ന ഞാൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു മാർഗത്തിലൂടെ പോവാൻ, ആ മാർഗത്തിലൂടെ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ചും പോകുന്ന സമയത്ത് ഈ വിശുക്രഭാവം താഴോട്ട് പതിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഭൗതികതയിലേക്ക് കിടന്ന് ഓടുന്ന ഭാവം ഉണ്ടാവും. അതുകൊണ്ട് ഗുരുവില്ലാതെ ഈ ഉപാസന ചെയ്യാൻ പാടില്ല. വാരാഹിയുടെ ഭാവത്തിൽ വേണം, അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് ഇത് പഠിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ആ വിശുക്രന്റെ പ്രാണനെ, അതിന്റെ ശരിയായ സത്തിനെ ഹരതി, പ്രാണഹരണ, അതിനെ ഹരിച്ച് മുകളിലോട്ടാക്കുകയാണ്. അതിൽ ഉണ്ടാവേണ്ടത് ആനന്ദമായതുകൊണ്ടാണ് വാരാഹി വീര്യം, വീര്യത്തിൽ നന്ദിത, വീര്യത്തിൽ അമ്മ ആനന്ദിച്ചു. ഇവിടെ നമുക്ക് സമയമായി, എന്നാലും ഞാൻ രണ്ട് കാര്യം കൂടെ പറയാം. ഇവിടെ അവനവന്റെ വീര്യത്തെ കുറിച്ചിട്ടാ പറയാ. ഉപാസനയില് നമുക്ക് ആനന്ദം ഉണ്ടാക്കുന്ന, പ്രത്യക്ഷീകരണം ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരു കൃഷ്ണനെ ഒരാൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് കൃഷ്ണനെ കാണാൻ പറ്റില്ല. പ്രത്യക്ഷം എന്ന് വെച്ചാൽ ഈ കണ്ണിനല്ല, ഉള്ളിന്റെ അകക്കണ്ണിന്റെ ഉള്ളിലാണ് പ്രത്യക്ഷമാവുക. ആ പ്രത്യക്ഷമാവുന്നത് അവനവന്റെ ഉള്ളില് ആനന്ദം സുഖം തരുന്നതിനെല്ലാം ഊർധ്വമാക്കിയിട്ട് ഉപരിഭാഗത്തേക്ക് ആക്കി ശ്രദ്ധിക്കുമ്പോഴാണ് ഉപരിയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ ആസുരി അതല വിതല സുതല രസാതല തലാതല മഹാതല പാതാളത്തിലേക്ക് ഒരു പ്രയോജനമില്ലാതെ പോകും. മനുഷ്യനായിട്ട് ജനിച്ചത് ഈ ഭൂമിയിൽ നടുക്കാണ്. ഭൂർലോകം, ഭൂവർലോകം, സ്വർലോകം ആണ്. ഭൂ അസ്വ മഹാജന തപാ സത്യം എന്ന് പറയുന്ന നിത്യം ജപിക്കണതും 7 കറങ്ങണതും ധ്രുവാസി എന്ന് പറഞ്ഞ് പൃഥ്വിയിൽ തൊട്ട് വന്ദിക്കുന്നതൊക്കെ വളരെ എത്രയോ മണിക്കൂറുകളോളം പഠിച്ചാലാണ് അതിന് അന്തസത്ത മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ആ വീര്യം അത് കളയാതെ കാത്തു സൂക്ഷിക്കണം. മനുഷ്യൻ അതിനുവേണ്ടി ജനിച്ചതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ പഠിക്കാൻ തോന്നുന്ന സാഹചര്യത്തിൽ വന്ന നമ്മള് ഞാൻ ആരാണെന്ന് മനസ്സിലാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മനസ്സിങ്ങനെ താളാത്മകമല്ലാതെ വരുന്നത്? ആഹാരം ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതചര്യ, നമ്മുടെ ചിന്ത, നമ്മുടെ നോട്ടം, ഇതൊക്കെ നമ്മൾ അടക്കണം എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളത് അതല്ല. നമുക്ക് അതൊക്കെ ഇഷ്ടം, അതിനെ അങ്ങോട്ട് ത്യജിച്ചിട്ട് ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ വെറുതെ എങ്ങനെ ഇരിക്കുക, കുറച്ചു നേരം കണ്ടെടുത്ത് എന്തിപ്പോ ഇരുന്നിട്ട് കാര്യം. അപ്പൊ മനസ്സിലാവും അവനവന്റെ ഉള്ളിൽ. ഞാനൊരു ചെറിയൊരു രഹസ്യമാണെങ്കിൽ ഈ ക്ലാസ്സിൽ പറയാം. ആദ്യമായിട്ട് എനിക്ക് ശ്രീവിദ്യ ദീക്ഷ കിട്ടിയ സമയത്ത് ഞാൻ അവിടുന്ന് നേരെ പോയത് ഗുരുവായൂർക്കാണ്, മൂകാംബികയ്ക്കൊന്നുമല്ല. അവിടെ നിന്ന് സഹസ്രാവർത്തി ജപിച്ചു. അന്ന് മുതൽ ഞാൻ അനുഭവിച്ച ഒരു പ്രത്യേക അസ്വസ്ഥതയോട് കൂടിയിട്ടുള്ള ഒരു സുഖം. കാരണം എനിക്ക് ഒരു വാസനയും മനസ്സിലാവുന്നില്ല. എത്ര നല്ല സുഗന്ധമുള്ള മുമ്പിൽ കൊണ്ടുവച്ചാലും എനിക്ക് വേറൊരു വാസനയാണ് വരുന്നത്. ചോറുണ്ണാൻ പറ്റുന്നില്ല. ഇങ്ങനെ മൂക്കിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും ഈ വാസന വന്നിട്ട് ഇതിനൊരു രുചിയില്ലാണ്ടാവുക. നാവിന്റെ രുചി പോയി. മൂക്കിലെ ഈ പുട്ടുകുടത്തിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണോ ആവി പറക്കുന്നത് അതുപോലെ ആർക്കും കാണാൻ വയ്യ, ഞാൻ അനുഭവിക്കുന്നു. മൂക്കിലൂടെ അതിശക്തമായിട്ടുള്ള ആവി പോലെ ശ്വാസം, ഞാൻ ശ്വസിക്കുന്നത് വേറെ, അതിലാണെങ്കിൽ മത്ത് പിടിപ്പിക്കുന്ന, അതായത് നമുക്ക് ഭ്രാന്താവോ തോന്നി അത്രയും രൂക്ഷമായ അതിസുഗന്ധം. ഞാൻ എന്റെ മൂക്ക് വല്ലതും പൊട്ടിയതാണോ, പഴുപ്പ് വല്ലതും ഉണ്ടോ, പലരോടും ചോദിച്ചു. ഡോക്ടറെ കണ്ടു. പല വലിയ നല്ല നല്ല സുഗന്ധമുള്ള ചെടികളുടെ അടുത്ത് നിന്ന് പോയി നോക്കി, ഒരു രക്ഷയില്ല. അവസാനം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈശ്വര ഇത് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഗുരുവായൂർ സഹസ്രാവർത്തി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് ഉണ്ടായത്. ഗുരുനാഥനോട് ചോദിച്ചാൽ മതിയല്ലോ. ഗുരുനാഥനോട് തനിക്ക് ഇപ്പോഴേ തുടങ്ങിയോ എന്നാ ചോദിച്ചത് എന്നോട്. എന്താ ഞങ്ങൾക്കൊക്കെ 2-3-4 വർഷം കഴിഞ്ഞിട്ട് ഈ അനുഭവമൊക്കെ ഉണ്ടായത്. ഒരു മണിക്കൂറൊക്കെ ഉണ്ടായത്. അങ്ങനെയൊക്കെ ഒരു മാസമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്നത് കൊണ്ടാണ്.
ഇന്ന കാര്യം കൊണ്ടാണ്, വളരെ ഭാഗ്യവാനാണ് താൻ, ഉപാസന ശക്തമാക്കിക്കോളൂ, ഞാൻ കരയാനല്ലാതെ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ നിമിഷം ആ വാസന ഇല്ലാണ്ടായി. ആ ഫോണിൽ കൂടെ സംസാരിക്കുകയാണ്, ഫോണിൽ കൂടെ സംസാരിച്ചു. ഇതെങ്ങനെ വന്നു? പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുമല്ലോ. അപ്പോഴാണ് ഇതിൻ്റെതായിട്ടുള്ള ഉപാസനയിലെ ശ്രീവിദ്യ ഉപാസന മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്നതായ നമ്മളെ കുറച്ചും കൂടെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന അനവധി അനുഭവങ്ങൾ. അങ്ങനെ അനുഭവങ്ങളുടെ ആയിരക്കണക്കിന് അനുഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നത്. ഇവിടെ വെറുതെ ഒരു കഥ കേൾക്കണ പോലെ ഒരു സഹസ്രനാമം ജപിക്കാന്നുണ്ട്. ഈ സഹസ്രനാമം ജപിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭാവവും കൂടെ ഉണ്ടാവേണ്ട ശക്തിയും കൂടെ ഓരോ മന്ത്രത്തിലുണ്ട്, അതിന്റെ ബീജാക്ഷരത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വേണ്ടാത്ത തരത്തിലുള്ള സംഘം, അതായത് ചീത്ത കൂട്ടുകെട്ട്, ആധ്യാത്മികതയ്ക്ക് വിരുദ്ധമായ കൂട്ടുകെട്ടിൽ നിന്നെല്ലാം ആ മനസ്സിന്റെ കൺട്രോൾ ആകുന്ന കരിമ്പ് വില്ലിൽ നിന്നുണ്ടായിട്ടുള്ള സംഗീത ദേവതയായിട്ടുള്ള മന്ത്രിണി ആ വിരുദ്ധ സംഘത്തെ സത്സംഗമാക്കി മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വിരുദ്ധമായ ശുക്രത്തെ, അനാവശ്യമായിട്ട് ഒരു കാര്യമില്ലാതെ കളയുന്ന അവനവന്റെ വീര്യത്തെ വേണ്ടവണ്ണം അടിച്ച് പതപ്പിച്ച്, നരസിംഹത്തിന്റെ ശബ്ദം എന്താണ് ഞാൻ ഒരിക്കൽ മാധവജിയോട് ചോദിച്ചു. മൂലാധാരം പൊട്ടണ ശബ്ദമാണ് എന്നാണ്. ഇതൊക്കെ പറയാൻ നല്ല രസാ, പക്ഷെ ഉപാസിച്ച് നോക്കണം. നല്ലൊരു ഗുരുവിന്റെ അടുത്ത് നിന്ന് മന്ത്രം സ്വീകരിച്ച് കുത്തിയിരുന്ന് ജപിച്ചു നോക്കണം. സഹസ്രാവർത്തിയൊക്കെ ഗായത്രി ജപിച്ച് നോക്കണം, മറ്റൊന്നും ചിന്തിക്കാതെ. അപ്പോ മനസ്സിലാവും. അപ്പോഴാണ് നമുക്കൊരു പിടി കിട്ടുക. ആര് പറഞ്ഞാലും പിന്നെ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വിരുദ്ധമായ സംഘം ഉപേക്ഷിക്കുകയും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ആ സ്വജീവ ബീജത്തെ ഒട്ടും പാഴാക്കി കളയാതെ അവനവനെ അറിയുവാനുള്ള രേതസ് എന്ന് പറയുന്ന ആ തന്റെ DNA തന്നെയായിട്ടുള്ള അതിനെ, രേതസിനെ തേജസ്സാക്കുക. അങ്ങനെ രേതസിനെ തേജസ്സാക്കാനുള്ള ആഗ്രഹമാണ് ആത്മരതി എന്നൊക്കെ പറയാം. രതിയാണത്. അതാണ് മൂലാധാരത്തിലുള്ള പെൺപാമ്പ് സഹസ്രാരത്തിലുള്ള ആൺപാമ്പായിട്ട് മേളിക്കുമ്പോഴാണ് അമൃതവർഷം ഉണ്ടാവണമെന്നൊക്കെ പറയുന്ന യോഗമാർഗത്തിലൊക്കെ പറയുന്നത്. ഇത് അവനവൻ തന്നെയാണ്. അങ്ങനെ ഒന്നും പറ്റില്ല എന്നുള്ളവർക്ക് അതിനാണ് ശരിയായ രീതിയിലുള്ള വിവാഹം. എന്തിനാ സപ്തപതി? ഒന്നും നമുക്കറിയില്ല. വേടി അടിക്കുന്ന സമയം എന്തിനാ ഈ 1000 തിരി ഒഴിയണത്? എന്തിനാണ് സപ്തപതി? എന്തിനാണ് ഭർത്താവ് ഭാര്യയുടെ കാല് പിടിക്കണത്? എന്തിനാണ് ഭാര്യയുടെ അച്ഛൻ വരനെ നമസ്കരിക്കണത്? വേളിയെ ചിന്തിച്ചാൽ എല്ലാം ആ ഒരു തരം വിശുക്ര, ആ പ്രാണഹരണ വാരാഹി വീരനന്ദി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സാധകന്റെ രീതിയിൽ വേണ്ടാത്തതല്ല കൂട്ടുകെട്ടുള്ള വിരുദ്ധമായ സംഘത്തെ ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിരുദ്ധമായ ശുക്രത്തെ ഗുരുവിന്റെ അനുഗ്രഹത്താൽ ഊർധ്വഭാഗമാക്കി വീര്യം കൂടി വരുമ്പോൾ അതിൽ ലളിതാ പരമേശ്വരി ആ വീര്യത്തിൽ നന്ദിതയാവും, ആനന്ദവതിയാവും. അതാണ് വിശുക്ര പ്രാണഹരണ, വിശുക്രഭാവത്തിന്റെ പ്രാണനെ ഹരിക്കുന്ന വാരാഹിയുടെ വീര്യം. അഹംബോധം, ഞാൻ ബ്രഹ്മമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് താഴോട്ട് പതിക്കേണ്ടതായ തന്റെ എല്ലാ തരത്തിലുള്ള ശക്തികളെയും ഊർധ്വരേതസ പ്രാണനെ തന്റെ ഉള്ളിലേക്ക് ഹരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ വീര്യത്തിൽ വാരാഹി എന്ന ശ്രേഷ്ഠമായ ഞാൻ എന്ന ഭാവം, ഞാൻ ബ്രഹ്മമാണെന്നുള്ള ഭാവത്തിലേക്ക് വരുമ്പോഴുണ്ടാവുന്ന ആ വീര്യത്തിൽ സന്തോഷിക്കുന്ന ദേവിയാണ് സഹസ്രാരത്തിലെ സാക്ഷാത് ത്രിപുരസുന്ദരി എന്നർത്ഥം. ഇതാണ് ഇതിന്റെ അർത്ഥം. പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയം തന്നെ എത്രയോ ദിവസങ്ങളോളം ക്ലാസ് എടുക്കാവുന്നതാണ്. അങ്ങനെ പോകുമ്പോൾ പിന്നെ സാധകനുണ്ടാവുന്ന തടസ്സങ്ങൾ രഹസ്യമായി പറഞ്ഞുകൊണ്ടാണ് അടുത്ത മന്ത്രങ്ങളിലേക്കും യുദ്ധരീതിയില് വശന്യാദി വാഗ്ദേവതമാര് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 7 മിനിറ്റ് ഉണ്ട്. 7 മിനിറ്റ് കൊണ്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ നിർത്താം. പറഞ്ഞു പോയാൽ ഒരു വിഷയത്തിലേക്ക് കടന്നു പോയാൽ പിന്നെ അവിടെ തിരിച്ചു വരല് ബുദ്ധിമുട്ടാവും. ഞാൻ ഈ പറഞ്ഞ് ചിലപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായി കാണില്ല. എല്ലാവരും കണ്ണൊക്കെ വീഴ്ച, ചിലർക്ക് എല്ലാവരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് ഉറങ്ങായിരിക്കും. ചിലപ്പോൾ 2, 3 പേര് 4 പേരേ ഉള്ളൂ ഇപ്പോ ഈ വീഡിയോയുടെ മുമ്പിൽ കാണുന്നത്. ബാക്കി എല്ലാവരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വിരുദ്ധമായ ശുക്രോ എന്ത് ശുക്രോ സംഘമൊക്കെ ആണെങ്കിലും നമുക്ക് എന്ന രീതിയിലായി. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെയൊക്കെ എക്സ്പ്രഷൻ കണ്ടാലാണ് ഒരു ക്ലാസ് ടീച്ചർക്ക് കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്ന് എല്ലാവരും ഉറങ്ങുവാണെങ്കിൽ ക്ലാസ് ഇട്ടിട്ട് പോകും. കുട്ടികളൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്.
എന്നെങ്കിലും വിചാരിക്കും. ഞാൻ അത് പറഞ്ഞിരുന്നു ശ്രീരാമേട്ടനൊക്കെ. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് ഉള്ളിന്റെ ഉള്ളിലെ അർത്ഥതലങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് അപാത്രത്തിൽ ഭിക്ഷ ചെയ്യരുത് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് എല്ലാവർക്കും ദഹിച്ചു എന്ന് വരില്ല. ലളിതാ സഹസ്രനാമത്തിലെ ഓരോ അക്ഷരങ്ങൾ പോലും വ്യാഖ്യാനിക്കേണ്ടതാണ്. തീരെയില്ല. ഒരു മനുഷ്യജീവന്റെ ജനനം തൊട്ട് മരണം വരെ, മരണമില്ലാത്ത മോക്ഷം വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും 100% പ്രായോഗിക തലങ്ങളാണ് 1000 നാമങ്ങൾ. 1000 പാസ്വേഡുകളാണ്. അതിനെ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് പോകാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അധികം ഈ വിഷയത്തെ കുറിച്ച് പല ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തു കൊടുക്കാറില്ല. നിങ്ങളെല്ലാവരും ഉയർന്ന ചിന്താഗതിക്കാരാണ്. പിന്നെ അവരവരുടെ ഭവനത്തിലാണ് ഇരിക്കുന്നത്. അവിടെ വീഡിയോ ഒന്നും ഓൺ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടാവാലോ. എങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കി ക്ലാസ് എടുത്താൽ ഒരു സുഖമുള്ളൂ. അത് എന്റെ ഒരു സ്വാർത്ഥതയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്നും വേണമെന്നില്ല. ഞാൻ ഇവിടെ ഈ ലാപ്ടോപ്പ് ഓൺ ചെയ്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ മന്ത്രത്തിൽ എന്തെങ്കിലും വിശുക്രപ്രാണഹരണവാരാഹി വീര്യ നന്ദിത എന്നുള്ളതിൽ സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ആരാണോ അത് കൈകാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താം. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണേ, ക്ലാസ് നമുക്ക് നിർത്താം. ഒരു വിഷമവും ഇല്ല. എന്നുവെച്ചാലേ ഇപ്പൊ പറയും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കും. ഇപ്പൊ ഈ ലളിതാ സഹസ്രനാമം മുഴുവൻ ചെല്ലണ സമയത്ത് ഏകദേശം ഒരു 1/2 മണിക്കൂർ എടുക്കും. 20 മിനിറ്റ്. അപ്പൊ അത് നമുക്ക് ഏതെങ്കിലും ഒരു കുറച്ച് സ്തോത്രങ്ങൾ മാത്രമായിട്ട് ചെല്ലാൻ പാടുണ്ടോ? ഊണ് കഴിക്കാൻ എത്ര സമയം എടുക്കും അമ്മേ? 10 മിനിറ്റ്. ആ 10 മിനിറ്റിൽ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് അവിടെ പോയി ഉറങ്ങി TV ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിച്ചാ പോലെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഉറങ്ങാൻ 8 മണിക്കൂർ എടുക്കും? അത് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാൻ മതി. ആരും ചോദിക്കില്ല. ഉറക്കെന്ന് പറയുമ്പോഴേക്കേ ഉറങ്ങും. ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ 8 മിനിറ്റ് അല്ല, 20 മിനിറ്റ് അല്ല, 1 മണിക്കൂറല്ല, 10 മണിക്കൂർ ആയാലും നമുക്ക് ഉത്സാഹം ഉണ്ടാക്കുകയുള്ളൂ. ലളിതാ സഹസ്രനാമ സ്തോത്രം എന്ന് പറഞ്ഞാൽ വശിന്യാദി വാഗ്ദേവതമാര് അമ്മയുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ വർണ്ണിച്ച ഒരു ശരീരമാണ്. അതിനെ മുറിക്കാൻ പാടില്ല. അതുകൊണ്ട് ശ്രീമാതാൻ തുടങ്ങിയാൽ ലളിതാംബിക വരെ കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ജപിക്കണ്ട എന്ന് വെക്കുക. വിഷ്ണു സഹസ്രനാമത്തില് 2 സ്തോത്രമെങ്കിലും ദിവസം ചെല്ലണം എന്നൊരു ആചാര്യൻ പറയണത് കേട്ടു. വിഷ്ണു സഹസ്രനാമത്തിന്റെ 1000 നാമങ്ങളാണ് ചൊല്ലേണ്ടത്. അപ്പൊ അത് മുഴുവൻ ചെല്ലന്നെ വേണം. മുഴുവൻ ചെല്ലന്നെ വേണം. ബാക്കിയെല്ലാം നമ്മൾ മുഴുവൻ തൊട്ടച്ച് അങ്ങനെ വടിച്ചു ഊണ് കഴിക്കുമല്ലോ. കിടക്കാൻ നേരത്തെ കിടക്കാനായിട്ട് സമയം ആവുന്നതിന് മുമ്പ് പോയി കിടക്കൊക്കെ വിളിച്ചാൽ തട്ടിക്കുടങ്ങ് നല്ല പ്രത്യേക ഭംഗിയാക്കിയൊക്കെ ഇട്ട് എന്തിനു വേണ്ടിയിട്ടാ? ബോധം കെട്ട് ഉറങ്ങാൻ. അതിലൊക്കെ ശ്രദ്ധയാണ്. ഒരു അമ്പലത്തിൽ പോകണമെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ 1/2 മണിക്കൂറെങ്കിലും നിൽക്കും നമ്മൾ. അങ്ങോട്ട് തിരിഞ്ഞ്, പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് മുടി നോക്കി സാരി നോക്കി ഇത് ആരെ കാണിക്കാം? ഭഗവതി ഭഗവാനെ കാണിക്കാം. ഇതിനൊക്കെ ചെയ്യേണ്ടെന്നല്ല അമ്മയല്ല, അതിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്. ലളിതാ സഹസ്രനാമം എന്തിനോ വേണ്ടിയിട്ട് ജപിക്കുമ്പോ അസ്വസ്ഥമാവും. 20 മിനിറ്റ് എന്നുള്ളത് ഒരു 2-3 മണിക്കൂർ പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് എത്ര സമയം എടുത്താലും വെച്ച് ഇരിക്കാൻ ഈ പ്രായത്തിൽ സാധിക്കാണ്ട് വരുമ്പോഴേ കസാലയൊക്കെ ഇട്ടിട്ട് പൂജമുറിയിൽ ഇരിക്കുമ്പോ ഒരു വിഷമം. അല്ല, ഞാൻ ചോദിക്കട്ടെ, കസേര ഇട്ടിട്ട് ഇരിക്കാമെന്ന് പറയാനാ തുടങ്ങിയത്. കസേര ഇട്ടിട്ട് ഇരിക്കാം. എത്ര കസേര പൊക്കി 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 ഇട്ടാലും ഈശ്വരന്റെ മുകളിലൊന്നും ആവില്ല. അപ്പൊ അത് ഇരുന്ന് മനസ്സിലായി. ഭഗവാൻ പറയാണ്, എന്റെ മുറിയിൽ ഇങ്ങനെ കസേര ഇട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വയ്യാന ആരോഗ്യം തരൂ, ഞാൻ താഴെ ഇരിക്കാം. അങ്ങന്റെ പണി നോക്കി പോകാൻ പറയണം ഭഗവാനോട്. ആ ധൈര്യമാണ് വേണ്ടത്. ഇതെന്തേലും അയ്യോ ഇപ്പൊ കൃഷ്ണൻ, കുഞ്ഞു കൃഷ്ണൻ, വെണ്ണക്കണ്ണൻ
എന്ന് ഹരേ നാരായണ ഹര കൃഷ്ണ എന്നൊക്കെ വിളിച്ച് എന്റെ കൃഷ്ണ എത്ര നാളായി ഞാൻ ഇങ്ങനെ വിളിക്കും, ഒന്ന് എന്റെ മുമ്പിൽ ഒന്ന് വന്നുകൂടെ എന്ന് പറയുന്ന ഒരു ദിവസം അമ്മേ എന്ന് പറഞ്ഞ് മുമ്പിൽ വന്ന് നിന്നാൽ വന്നോ എന്ന് ചോദിക്കലും കേൾക്കാൻ ബോധവും പോകും. നമ്മള് വരില്ല എന്ന് ഉറപ്പിച്ചിട്ടാ വിളിക്കണത്. കൃഷ്ണ പ്രത്യക്ഷപ്പെടുമൊന്നുമില്ല, പിന്നെ നമുക്കൊരു സമാധാനം. അല്ല, പ്രത്യക്ഷപ്പെടും, ഉറപ്പിച്ചു നോക്കൂ. കൃഷ്ണ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, കൃഷ്ണനോടുള്ള സ്വാതന്ത്ര്യം ദേവിയുടെ മുമ്പിൽ എത്തണില്ല. അല്ല, അതെന്താന്നറിയാമോ? നമ്മുടെ അഹങ്കാരാണ്. മറ്റൊന്ന് കൊച്ചുകുട്ടിയല്ലേ, നമുക്ക് മനസ്സിൽ അല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അമ്മ ചോദിക്കട്ടെ പറയും. ഇപ്പൊ ശ്രീമാതാ ഇപ്പൊ ഒരുപാട് കാലമായിട്ട് അമ്മ ജപിക്കുകയാണ്. ഇപ്പൊ ഒരു എന്താ പറയണ്ട, ഒരു 8-10 വർഷമായിട്ട് ജപിക്കുകയാണ്. എന്നും പറയും ഇത്രയും സമയം ജപിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ, കാണാനും പറ്റുന്നില്ലല്ലോ, ഒരു ഫലവും ഇല്ല. ഇങ്ങനെയൊക്കെ ഇനി പകുതി ജപിച്ചാലോ, ഒരു 183 ശ്ലോകം അല്ലേ, ഒരു 50 ശ്ലോകം, പിന്നെ ഒരു 50 ശ്ലോകം, പിന്നെ അങ്ങനെ ജപിച്ചാലോ എന്നൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കുന്ന ദിവസം അത് ശരിയല്ല. അങ്ങനെ ഒരു ദിവസം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ജപിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തെത്തുമ്പോ വയ്യ അമ്മേ, ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ജപിക്കാം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്താണ് അമ്മ വരാൻ ഉദ്ദേശിച്ചതെങ്കിൽ അവള് പോയോ ഞാൻ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അല്ലേ? ഗൾഫിൽ പോയിട്ട് ഭർത്താവ് വരുന്നതിൽ മക്കള് സ്കൂളിൽ പോയിട്ട് വരാൻ താമസിക്കുമ്പോ എത്ര വ്യഥയോട് കൂടിയിട്ടാണ് എന്താ വരാത്ത എന്താ ഫോൺ വിളിക്കുക, എത്ര വിഷമത്തോടെ ആ കൊച്ചിനെ കാത്തിരിക്കുന്നതിന്റെ ഒരു 1 കോടി മടങ്ങ് കാത്തിരിക്കണം അമ്മ പ്രത്യക്ഷപ്പെടാൻ, കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ ശാപ്പിടുമ്പോൾ മാത്രം ഉറങ്ങുമ്പോ ഞാൻ ശക്തമായിട്ട് പറയാം, എന്നെക്കാൾ പ്രായമൊക്കെ ഉണ്ട്. മനുഷ്യ ജന്മം ഈശ്വരനെ അറിയാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതിലേക്ക് ഈ വിരുദ്ധ സംഘം മാറ്റാനാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്ന് ഭർത്താവ്, ഭാര്യ, കുട്ടികളൊക്കെ തന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കുന്ന ഒരു കാലം വരുമ്പോ അതിക്രമിച്ച് പോകരുത്. യഥഹരേവ വിരജേ തഥഹരേവ പ്രവർജയില്ല. എപ്പ സന്യസിക്കാൻ തോന്നുന്നു അപ്പ സന്യസിച്ചോളാൻ നമ്മുടെ ഋഷിപ്രോക്തം അല്ലെ? അപ്പുറത്തെ വീട്ടിലെ ആ രാമൻ സന്യസിച്ചുട്ടോ, കഷ്ടായി എന്ന് പറയും. സ്വന്തം മോൻ അമ്മേ ഞാൻ സന്യസിക്ക, കൊല്ലും ഞാൻ നീ സന്യസിച്ചാൽ. സ്വന്തം മോനോട് കൊല്ലും, കുട്ടുകാല് തല്ലി ഇറങ്ങിപ്പോകരുത്. പലരും സന്യസിച്ചു നിനക്ക്. ഇതാണ് നമ്മുടെ ലോകത്തെല്ലാവരും വിവേകാനന്ദന്മാരാവണം, എന്റെ മോൻ മാത്രം ആവാൻ പാടില്ല. അവൻ കല്യാണം കഴിച്ച് പെണ്ണ് കെട്ടി കഷ്ടപ്പെട്ട് കുട്ടികളെ ഉണ്ടാക്കി അവർ പരസ്പരം തല്ലി കാണണം. ഞാൻ പറയുമ്പോ എല്ലാവരുടെ ഉള്ളിലും പല സീരിയലും പോകുന്നുണ്ടാവും, അതൊക്കെ എനിക്കറിയാം. ഞാൻ പറയുന്നത് ലളിതാ സഹസ്രനാമം 1000 ആ 1000 നാമം ഒരുമിച്ച് ജപിക്കാൻ പറയുന്നത് മാലയാണ്, മാലാമന്ത്രാണ്. മാല ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോയാലോ? മാല കോർക്കുമ്പോ ആ അളവൊക്കെ നോക്കി എത്ര പൊക്കമുണ്ട് വിഗ്രഹത്തിന്, അതെങ്കിരുന്ന് മുഴുവൻ കെട്ടണം, അപ്പോഴും മാലയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല, മുഴുവൻ ജപിക്കുക. കസേരയിലോ കിടന്നിട്ടോ കിടന്നിട്ടോ ജപിച്ചോളൂ, പക്ഷെ ജപിക്കുമ്പോ മുഴുവൻ ജപിക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ പൊതുവെ ധ്യാന ശ്ലോകം ചൊല്ലി നിർത്തുക ചെയ്യാറ്. ഈ എണീറ്റ് വരലിലും കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കുമ്പോ ഒരു വിഷമം തോന്നിയിട്ട് ധ്യാന ശ്ലോകം ചൊല്ലി എണീക്കും. വിഷ്ണു സഹസ്രനാമം സുഖാസനത്തിൽ ഇരിക്കണമെന്നേ പറയണുള്ളൂ. അവനവന്റെ ശരീരത്തിനും മനസ്സിനും ദുഃഖം വരാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. എങ്ങനെയൊക്കെ നിങ്ങൾ ഉയർന്നിരുന്നാലും ലളിതാ പരമേശ്വരിയുടെ മുകളില് ശ്രീമത് സിംഹാസനത്തിന്റെ മുകളിലൊന്നും ഇരിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. രാധേശ്യാം. ശുഭരാത്രി ആചാര്യ. നമസ്കാരം. ശുഭരാത്രി. നമസ്കാരം ആചാര്യ. ശുഭരാത്രി.